കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിക്കാനിരിക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷയിലാണ്. മുൻവർഷങ്ങളിലെ അവഗണനയും സർവകലാശാല വിഹിതം വെട്ടിച്ചുരുക്കുന്ന നടപടിയും അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. അധിക തസ്തിക പ്രഖ്യാപനവും സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഉണ്ടാകാനാണ് സാധ്യത. കടുത്ത ധനപ്രതിസന്ധിക്കിടെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത്. വരുമാനം കൂട്ടാനുള്ള ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അതിനിടെ ഏറെ പ്രതീക്ഷിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടിയാണ്. മുൻവർഷങ്ങളിലെ പല പ്രഖ്യാപനങ്ങളും ബജറ്റിൽ മാത്രം ഒതുങ്ങിയപ്പോൾ സംസ്ഥാനത്തെ സർവകലാശാലകൾ നേരിട്ടത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ശമ്പളം നൽകാനും സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങൾക്കും പണമില്ലാത്ത സാഹചര്യം പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ടായി. വികസന പ്രവർത്തനങ്ങൾ കുറഞ്ഞതും പുതിയ പ്രോജക്ടുകൾ നിന്നുപോയതും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുവദിക്കുന്ന ബഡ്ജറ്റ് വിഹിതം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. കേരളത്തിലെ സർവകലാശാലകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികകൾ നൽകുന്നില്ല. സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. പുത്തൻ സാങ്കേതിക വിദ്യകളും കോഴ്സുകളും തേടി വിദ്യാർത്ഥികൾ സംസ്ഥാനം വിടുന്നത് വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ബജറ്റിൽ പ്രതീക്ഷ കൂടുതലാണ്. അതേസമയം കൂടുതൽ പ്രതീക്ഷകൾ വെക്കേണ്ടതില്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സർവകലാശാലകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും സാമ്പത്തിക കാര്യങ്ങൾ ചെലവിടാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ അക്കാഡമിക് ഓട്ടോണമി പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ സാമ്പത്തികത്തിൽ നിയന്ത്രണം വരുമ്പോൾ അക്കാഡമിക് ഓട്ടോണമി തകരും. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബഡ്ജറ്റ് ഈ വർഷം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇഷ്ടക്കാർക്കും പാർട്ടി അനുയായികൾക്കുമായി കൂടുതൽ തസ്തിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ബജറ്റിലുണ്ട്. അതേസമയം നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രം ധനമന്ത്രി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഈ ബജറ്റ് ദിനം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.